പാളയം പള്ളിയും ആറ്റുകാൽ പൊങ്കാലയും ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീകളുടെ സംഗമമായ ആറ്റുകാൽ പൊങ്കാല, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലിലെ പൊങ്കാല ലോക പ്രസിദ്ധമാണ്. കേരളത്തിന്റെയും ഇന്ത്യയുടെയും വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വരും. അവിടെ ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമാണ്, എല്ലാ തവണയും ഉള്ളതാണ്. പക്ഷെ ഇപ്പോ നമ്മൾ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നതും പറയുന്നതിന്റെയും കാരണം കേരളത്തെ ഇല്ലാതാക്കാനും തകർക്കാനും പല ആൾക്കാരും ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്റെ അമ്മയൊക്കെ, ഞാൻ പാളയം താമസിച്ചിരുന്നപ്പോൾ എന്റെ അമ്മയൊക്കെ പാളയം പള്ളിയുടെ മുമ്പിലാണ് പൊങ്കാല ഇട്ടിരുന്നത്. എത്രയോ വർഷം വിട്ടിരുന്നതാണ്. അന്നും അവർക്ക് വെള്ളവും ആഹാരവും എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് മാധ്യമങ്ങളും ന്യൂസ് ചാനലുകളും എല്ലാം അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇന്ന് ഗോഡ്സേവാദികൾ അല്ലെങ്കിൽ കേരള സ്റ്റോറി 2കാർ, കേരള സ്റ്റോറിക്കാർ കേരളത്തിൽ ഹിന്ദു മുസ്ലിം സ്പർദ്ധയുണ്ടാക്കി കേരളത്തെ അപമാനിക്കാനും സാമുദായികമായി പരസ്പരം കലഹിപ്പിക്കാനും ഒക്കെ നമ്മളെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ കേരളത്തിന്റെ യഥാർത്ഥ മഹത്വം എന്താ അറിയാമോ? ഇതിലൊക്കെ എന്താ ഇത്ര വലിയ കാര്യം എന്ന് ചോദിക്കുന്നതാണ്. അതായത് ഞാൻ പലപ്പോഴും ഈ കേരളത്തിലെ പണ്ട് ഈ അയ്യപ്പനും അവരുടെയും സൗഹൃദം ഒക്കെ പറയുമ്പോൾ ഒരുപാട് പേര് പറയും ഇതിലെന്താ ഇത്ര വലിയ കാര്യം, നമ്മൾ 1000 വർഷമായിട്ട് ചെയ്യുന്നതല്ലേ. പക്ഷേ അവിടെയാണ് ഇത് വീണ്ടും ഊന്നി പറയേണ്ടത്. ഈ സൗഹാർദ്ദത്തെ, ഈ സാഹോദര്യത്തെ തകർക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് രണ്ട് മനോഹരമായ നല്ല കാഴ്ചകൾ നമുക്ക് കാണാം ആറ്റുകാൽ പൊങ്കാലയുടെ. ആറ്റുകാൽ മാത്രമല്ല, മണക്കാട് പള്ളി, ക്രിസ്ത്യൻ പള്ളികൾ, അല്ലെങ്കിൽ നമ്മുടെ പാളയം പള്ളി, ഇവയെല്ലാം ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി, അവരുടെ ഹിന്ദു സഹോദരിമാർക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാൻ. ഇത് മണക്കാട് വലിയ പള്ളിയാണ്. ഇതും പിന്നീട് നമ്മുടെ ഒരുപക്ഷെ ഏറ്റവും പ്രസിദ്ധമായ വിഷ്വൽസിൽ ഒന്ന് നമ്മുടെ നാടിന്റെ ഇതാണ്. ഭയങ്കര ഭംഗിയുള്ള, നമ്മുടെ നാടിന്റെ ഏറ്റവും ഭംഗിയുള്ള വിഷ്വൽസിൽ ഒന്നാണ് നമ്മുടെ പാളയത്തുള്ളത്. പാളയത്ത് നമ്മുടെ അവിടുത്തെ ഗണപതി ക്ഷേത്രം, മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി ഒരുമിച്ച് നിൽക്കുന്നു. ഇതിന്റെ തൊട്ടു പുറകിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ ക്രിസ്ത്യൻ പള്ളിയുടെ തൊട്ടു പുറകിലുള്ള ഒരു സ്ഥലത്ത്, നന്ദാവനത്താണ് ഞാൻ ഏകദേശം 10-20 വർഷത്തോളം താമസിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാടിന്റെ പൈതൃകമാണ്. ഈ ക്രിസ്ത്യൻ പള്ളിയില് അല്ലെങ്കിൽ മുസ്ലിം പള്ളിയില് അവിടുത്തെ ആൾക്കാർ നമ്മുടെ ഹിന്ദു സഹോദരിമാർക്ക്, ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി അവിടെ ആഹാരം അറേഞ്ച് ചെയ്യും, ചെറിയ ഭക്ഷണം അറേഞ്ച് ചെയ്യും. ചായയും ലഘു ഭക്ഷണവും തയ്യാറാക്കി പാളയം ഇമാം, പള്ളിയിലെല്ലാം സജ്ജമാക്കി ബിഷപ്പുമാർ, പാളയം പള്ളിയുടെ മുറ്റത്ത് പൊങ്കാല ഒരുക്കങ്ങൾ. നമ്മുടെ കേരള റിയൽ സ്റ്റോറി അത് കാണേണ്ടതാണ്. ഏഷ്യാനെറ്റിലെ കമലേഷിന്റെ റിപ്പോർട്ടാണ്, അതും കൂടെ ഒന്ന് കേൾക്കാം. ഒരു കൊച്ചു കേരളം തന്നെയാണ്. ഇതാണ് നമ്മുടെ റിയൽ കേരള സ്റ്റോറി. ഒരു ദൃശ്യം കാണിച്ചു തരാം. പാളയം പള്ളിയുടെ മുറ്റത്ത് തന്നെ പൊങ്കാല ഇടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഭക്തജനങ്ങളുടെ ദൃശ്യം. നമുക്ക് നോക്കുമ്പോൾ വലിയ മതേതരത്വം. ഇതാണ് നമ്മുടെ കേരളം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, എത്രയോ കാലമായി തുടങ്ങിയതാണ്. അത് 1-2 സിനിമയോ, ഇത് ഒരുപാട് കാലമായിട്ട് തുടങ്ങിയെങ്കിലും ഇപ്പൊ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന എന്താ അറിയാമോ? അതായത് നമ്മുടെ പാളയം ഇമാം, അദ്ദേഹം അടക്കമുള്ളവർ, അദ്ദേഹത്തിന് മുമ്പിരുന്നവരൊക്കെ ഇതേപോലെ വെള്ളവും ആഹാരവും ഒക്കെ തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ കാരണം നമ്മുടെ ഇടയിലുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിച്ച് നമ്മുടെ നാടിനെ ഇല്ലാതാക്കാൻ ഗാന്ധിജിയെ കൊന്നവർ, മഹാത്മാഗാന്ധി എന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്ന ഗോഡ്സേവാദികൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വലതുപക്ഷത്തെ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ തീവ്ര ഹിന്ദുത്വവാദികൾ പോലും എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം പോസിറ്റീവ് വാർത്തകൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതും ഷെയർ ചെയ്യേണ്ടതും. എന്തോ 1-2 ലേഖനമോ ഒന്നും വന്നാൽ തന്നെ തീരുന്നതല്ല. ഇതാണ് നമ്മുടെ കേരള സ്റ്റോറി. ഈ ഒരു മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്നിപ്പോൾ പള്ളിയിൽ പള്ളിക്ക് മുറ്റത്ത് അവരിങ്ങനെ നിൽക്കുകയാണെങ്കിൽ, എല്ലാ പള്ളിമുറ്റത്താണ് അവർ റെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് നോമ്പുള്ള സമയമാണ്. ആ നോമ്പുള്ള സമയം അവർ ടയേർഡ് ആയിരിക്കും, അവർ ആഹാരം കഴിക്കുന്നില്ല. അവരാഹാരം കഴിക്കാതെ അവരുടെ ഹിന്ദു സഹോദരിമാർക്ക് വേണ്ടി അവർ വെള്ളവും ആഹാരവും അറേഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ നാടിന്റെ നന്മയാണ്, നമ്മുടെ മതസൗഹാർദ്ദമാണ്. എല്ലായിടത്തും ഇത് തന്നെയാണ്. മണക്കാട് ഉൾപ്പെടെ എല്ലാ പ്രദേശങ്ങളിലും മുസ്ലിം ക്രിസ്ത്യൻ പള്ളികൾ തുറന്നു തരുന്ന ബിഷപ്പുമാർ, ഇതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ തലസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഷാനി സൂചിയുടെ പാളയം ഇമാം നമ്മുടെ മുന്നിലുണ്ട്. രാവിലെ തന്നെ എത്തി എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി എത്തിയായിരിക്കും അല്ലെ? തീർച്ചയായും. ആദ്യമായിട്ട് കമലേഷിന് നമസ്കാരം നേരുകയാണ്. അതുപോലെ തന്നെ എല്ലാ ഏഷ്യാനെറ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം നേരുകയാണ്. നമ്മൾ ഇന്നലെ തന്നെ നമ്മളെ സൗകര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 4 മണിയായിരുന്നു. ഞാൻ പറയാം, ഈ ദൃശ്യം ഇത് നമുക്ക് പെട്ടെന്ന് പുറത്തൊരാൾ കാണുമ്പോൾ
അതായത് ഇന്നലെ തന്നെ ആറ്റുകാൽ പൊങ്കാല ഇന്നാണ്. ഇന്നലെ വൈകിട്ട് അവർ നോമ്പ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സൗകര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യായിരുന്നു. അയ്യോ ഭയങ്കര അതല്ലേ നമ്മുടെ കേരളം. തീർച്ചയായും ഇന്നലെ തന്നെ നമ്മള് ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4 മണിയായതോടൊപ്പം തന്നെ ഈ ഇവർക്ക് രാത്രി വിശ്രമിക്കാനുള്ള പന്തൽ തയ്യാറായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർ ഇന്നലെ രാത്രി വന്നപ്പോൾ ഇവർക്ക് നോമ്പുതുറ വിഭവങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയും ഞാൻ നമ്മുടെ സെക്യൂരിറ്റിനോടൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു. എല്ലാവർക്കും ചായയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പലഹാരമൊക്കെ എല്ലാവർക്കും നൽകണം. അതായത് നോമ്പ് തുറന്ന സമയത്താണല്ലോ ഒരുപാട് ആളുകൾ വരുന്നത്. അപ്പൊ അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ വളരെ ഭംഗിയായിട്ട് അവരെ നിറവേറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ അതിഥികൾക്ക് വേണ്ടി. നമ്മുടെ യഥാർത്ഥത്തിൽ ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശ്വാസങ്ങളാണ് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ. ആ വ്യത്യാസങ്ങളെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ പറയേണ്ട യാതൊരു കാര്യമല്ല. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ നഗരത്തിലേക്ക് വരുന്ന ഈ സഹോദരിമാർ സത്യത്തിൽ നഗരത്തിന്റെ അതിഥികളാണ്. അതിഥികൾ എന്നുള്ള നിലക്ക് അവർക്ക് ധാരാളം അവകാശങ്ങളുണ്ട്. നമ്മൾ ആതിഥേയർ എന്ന നിലക്ക് നമുക്കൊക്കെ എന്തുണ്ട് ബാധ്യത ഉണ്ട്. കേരളത്തെ ഒരു പൈശാചികവൽക്കരിക്കാനുള്ള ശ്രമം ഉണ്ട്. അതിന്റെ ഒരു ജനങ്ങളെല്ലാവരും അങ്ങനെയല്ല കേരളം. ഞങ്ങൾ എന്നും ഒരുമിച്ച് തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഈ ജുമാ മസ്ജിദിന്റെ ചാരത്ത് ഇവിടെ കുറെ ചെറുപ്പക്കാരെ വെള്ളം കൊടുക്കുന്നത് പുരോഗമന മുസ്ലിം ഇതാണ് മെസ്സേജ്. ഇതാണ് എല്ലാവിധ സന്തോഷം. ഇത് നമ്മുടെ നാടിന്റെ നന്മയാണ്, നമ്മുടെ നാടിന്റെ ഐശ്വര്യമാണ്, ഈ നാടിന്റെ പുണ്യമാണ്. ഇത് 1000 വർഷം മുമ്പ് ചെയ്ത ആളാണ് സ്വാമി അയ്യപ്പൻ. തന്റെ മുസ്ലിം സുഹൃത്തായ വാവരും ക്രിസ്ത്യൻ സുഹൃത്തായ വെളുത്തയും എല്ലാം ഒരുമിച്ച് നാടിന്റെ ഐക്യം. അതാണ് മഹാത്മാഗാന്ധി നമ്മുടെ കൊടിയിലൂടെ ചെയ്തത്. എന്താണ് ഈ കൊടിയുടെ അർത്ഥം? ഇതിൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന് പറയുന്ന ഐക്യം. ആ ഐക്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്കാകട്ടെ. ജയ് ഹിന്ദ്.